ഇതുപോലെ സ്വാദിഷ്ടമായ ബിരിയാണി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായി അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിലും നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കൈമ റൈസ് അരമണിക്കൂർ കുതിർത്ത് വെച്ച കൈമ റൈസ് ഇട്ട് കൊടുത്തു. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ചിക്കൻ തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള എന്നിവ ഇട്ട് നന്നായി ഇളക്കി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് എല്ലാ പൊടികളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഇട്ട് കൊടുത്ത് ആ മസാല ഒന്ന് വേകാൻ വേണ്ടി അടച്ചു വെച്ചു. ഇനി അതിലേക്ക് കഴുകി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പകുതി വേവായ ശേഷം ദമ്മിട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ വറുത്ത സവാളയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ചാറും ചേർത്ത് കൊടുത്ത് ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുകയാണ്. വളരെ ചെറിയ തീയിൽ അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം തുറന്നു നോക്കാം. നല്ലൊരു സ്മെല്ലങ്ങ് വരും. നല്ല സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.